നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ സംരക്ഷണ ഭിത്തിക്ക് പിന്നാലെ പ്രധാന പാതയും ഇടിയുന്നു. നിലവിൽ റോഡ് വക്ക് പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്ന് റോഡിന് അടിഭാഗത്ത് വൻ തുരങ്കം രൂപപ്പെട്ടു. പാലത്തിലേക്കുള്ള പ്രധാന റോഡ് തകരുന്നതോടെ വെള്ളിയാങ്കല്ല് പാതയിലൂടെയുള്ള യാത്ര വലിയ അപകട ഭീഷണിയിലാണ്. മഴ ഇനിയും ശക്തമായാൽ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മുൻവർഷങ്ങളിലെ പ്രളയകാലത്താണ് വെള്ളിയാങ്കല്ല് പദ്ധതിയുടെ സംരക്ഷണ ഭിത്തികൾക്ക് തകർച്ച നേരിട്ടത്. ഇത് പുനഃസ്ഥാപിക്കാനായി 33 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരികയായിരുന്നു. എന്നാൽ കാലവർഷം തുടങ്ങിയതോടെ ഈ പ്രവൃത്തികൾ ഭാഗികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തിയോട് ചേർന്നുള്ള പ്രധാന റോഡിന്റെ അരിക് വലിയ തോതിൽ ഇടിഞ്ഞു തുടങ്ങിയത്. തൃത്താല ഭാഗത്തുനിന്നും പാലത്തിലേക്ക് കയറുന്ന ഭാഗത്തെ റോഡിന്റെ വശമാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ രാത്രികാലങ്ങളിലെത്തുന്ന വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ കൃത്യമായി ദൃശ്യമാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. രാത്രിയിൽ ശക്തമായ മഴ തുടർന്നാൽ റോഡിന്റെ തകർച്ച അതിവേഗത്തിലാകും. പുഴ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ തകർച്ച പൂർണ്ണമാകും. ഇതോടൊപ്പം ഈ ഭാഗത്തെ തീരവും ഇടിഞ്ഞ് പുഴയിലേക്ക് പതിക്കാൻ സാധ്യതയേറെയാണ്. റോഡ് പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നാൽ പാലം വഴിയുള്ള പ്രധാന ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കും. നിലവിൽ പെയ്യുന്ന മഴ തുടർന്നാൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ മുഴുവനായി ഉയർത്തേണ്ടി വരും. ഇത് ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും നിർമ്മാണത്തിലിരിക്കുന്ന സംരക്ഷണ ഭിത്തിയെ ബാധിക്കുകയും ചെയ്യും. ഇത് പുഴയുടെ തീരമേഖലയിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. അപകട സാഹചര്യം നിലനിൽക്കുമ്പോഴും മഴക്കാലത്ത് പുഴയിലെ കാഴ്ചകൾ കാണാൻ നിരവധി ആളുകളാണ് വെള്ളിയാങ്കല്ലിൽ തടിച്ചുകൂടുന്നത്. റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ജനത്തിരക്ക് വലിയ ദുരന്തത്തിന് വഴിവെച്ചേക്കാമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തരവും ഫലപ്രദവുമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയൊരു അപകടത്തിനാകും വെള്ളിയാങ്കല്ല് സാക്ഷ്യം വഹിക്കേണ്ടി വരിക. യുദ്ധകാലാടിസ്ഥാനത്തിൽ തകർച്ച നേരിടുന്ന ഭാഗങ്ങളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായില്ല. ഇതോടെ പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായി. ഓവുപാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാടത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടും പ്രദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ്. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പാടത്ത് ഓവുപാലം പുതുക്കി പണിയുന്നത്. ഇതിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് പാടത്തിലൂടെ സർവീസ് റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ മഴ തുടങ്ങിയതോടെ പാടത്തിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടത് സർവീസ് റോഡിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി. മാത്രവുമല്ല, പാടത്ത് വെള്ളം നിറഞ്ഞത് സമീപവാസികളെയും ആശങ്കയിലാഴ്ത്തി. ഈ സാഹചര്യത്തിലാണ് സർവീസ് റോഡ് കട്ട് ചെയ്ത് പുനർനിർമ്മിക്കുന്നതിനായി 2 ദിവസം പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. തിങ്കളാഴ്ച രാവിലെ പ്രവൃത്തികൾക്ക് ശേഷം പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ മഴ പ്രവൃത്തികളെ ബാധിച്ചു. കാര്യമായ പ്രവൃത്തികൾ ഇവിടെ നടന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതുകൊണ്ട് തന്നെ പ്രവൃത്തികളുടെ പൂർത്തീകരണവും നീണ്ടു. രാവിലെ ഇതിലൂടെ എത്തിയ വാഹനങ്ങൾ റോഡ് തുറക്കാത്തതിനാൽ ദുരിതത്തിലാവുകയും ചെയ്തു. ഇതോടെ യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോലീസും ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്തെത്തിയിരുന്നു. ഭയങ്കര പ്രശ്നം തന്നെയാണ്. വണ്ടി ഓടാൻ പറ്റില്ല. ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. റോഡ് കുട്ടികളാണില്ല, എന്താ കുട്ടികളൊക്കെ നിൽക്കുകയാണ്. ബസ് ഓടിയെത്താൻ പറ്റില്ല ടൈമിന്. ഇത് പൊളിച്ചിട്ട് ഇന്ന് തുറക്കം പറഞ്ഞ പൊളിച്ചത്, ഇതുവരെ പൊളിച്ചിട്ടില്ല, തുറന്നിട്ടില്ല റോഡ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ ആൾക്കാർ ഇടങ്ങറായി വിളിക്കാണ്. എല്ലാവർക്കും പ്രശ്നം. ബസ്സുകാർക്ക് ഞങ്ങൾക്ക് മെയിൻ പ്രശ്നമാണ് ഒന്നാമത്. ഞങ്ങളിഞ്ഞ് ഓടണമെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും വഴി വന്നിട്ട് വേണം വാണിയംകുളത്തോ കുളപ്പുള്ളി വന്ന് കാണാം. തുടർന്ന് ചെറുവാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടാൻ ആരംഭിച്ചു. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പ്രവൃത്തികൾ എപ്പോൾ തീരുമെന്നതിലും വ്യക്തമായ ഉത്തരം അധികൃതർക്ക് നൽകാനില്ല. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. ആശുപത്രി കേസുകളുമായി എത്തുന്നവരും വലിയ ദുരിതമനുഭവിച്ചാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. തൃത്താലയിലെ ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയാൽ ഏതു നിമിഷവും തെരുവ് പട്ടിയുടെ കടി സമ്മാനമായി ലഭിക്കാം. തൃത്താല പട്ടിത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളിലാണ് തെരുവ് പട്ടി പ്രസവിച്ചു കിടക്കുന്നത്. ഇതോടെ രോഗികളും ജീവനക്കാരും ഏതു നിമിഷവും പട്ടിക്കടി കിട്ടും എന്ന ഭീതിയിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തുന്നത്. രോഗികൾക്ക് തണലാകേണ്ട സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി. തെരുവുനായ 10ഓളം കുട്ടികളെ പ്രസവിച്ച് ആശുപത്രി താവളമാക്കിയതോടെ പട്ടിത്തറ കോട്ടപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികളും ജീവനക്കാരും കടുത്ത ഭീതിയിലാണ്.
ഒട്ടേറെ സാധാരണക്കാർ നിത്യേന ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയുടെ മരുന്ന് വിതരണ കൌണ്ടറിന് സമീപം ആളുകൾ നിൽക്കുന്ന ഭാഗത്താണ് തെരുവ് പട്ടി 10ഓളം കുട്ടികളുമായി തമ്പടിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ രോഗികളും കുട്ടികളും ജീവനക്കാരും നിൽക്കുന്ന പ്രധാന ഭാഗത്താണ് പട്ടി പ്രസവിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പട്ടി എപ്പോൾ വേണമെങ്കിലും അക്രമ സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുമേറെയാണ്. ഈ ഭയം കാരണം പലർക്കും നിർഭയമായി ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇതിനു പുറമെ കടുത്ത ദുർഗന്ധം വമിക്കുന്നതായും ആശുപത്രി അന്തരീക്ഷത്തെ മലിനമാക്കുന്നതായും നാട്ടുകാർ പരാതി പറയുന്നു. മഴക്കാലം കൂടിയായതിനാൽ ആശുപത്രി പരിസരത്ത് ഗുരുതരമായ പകർച്ചവ്യാധി ഭീഷണിയാണ് ഉണ്ടാകുന്നത്. നിലവിൽ പ്രദേശം തെരുവുനായകളുടെ വിളയാട്ട കേന്ദ്രമാണ്. പട്ടിത്തറ പ്രദേശത്ത് തെരുവുനായ ശല്യം വൻതോതിൽ രൂക്ഷമാണെന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സംഭവം. വീടിന്റെ പുറത്തുവെച്ച് മത്സ്യം നന്നാക്കുകയായിരുന്ന ഭാര്യയെ തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ച കോട്ടപ്പടം സ്വദേശി തുപ്പിൽ ഉമ്മർ എന്ന ഗൃഹനാഥന് കടിയേറ്റിരുന്നു. ഭാര്യയുടെ നേർക്ക് ആക്രോശിച്ചെടുത്ത നായയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉമ്മറിനെ പട്ടി ആക്രമിച്ചത്. ഇപ്പോൾ ഇയാൾ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രി അധികൃതരും പട്ടിത്തറ ഗ്രാമപഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട് നായയെയും കുട്ടികളെയും ഇവിടെ നിന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആരോഗ്യ പരിപാലനം ഉറപ്പാക്കേണ്ട ആശുപത്രിയിൽ തന്നെ രോഗികൾക്ക് തെരുവുനായയുടെ ഭീഷണി നേരിടേണ്ടി വരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സംഗമം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാഭ്യാസ സംഗമം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിന് 11ഓളം പൊതുവിദ്യാലയങ്ങൾ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വളരെ മനോഹരമായ 10 വർഷക്കാലവും ആ പദ്ധതി നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കി വരികയും നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവിദ്യാഭ്യാസ രംഗം കുറെ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് വർഷങ്ങളായി കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും സമൂഹത്തിനും ഒക്കെ മാതൃകയാക്കുന്ന രീതിയിൽ നല്ല വികസന പ്രവർത്തനങ്ങളും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും അക്കാദമിക് രംഗത്തിനുമൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അധ്യാപകർ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് പോയിരുന്ന ഒരു കാലഘട്ടത്തിലുണ്ട്. ഇന്ന് അധ്യാപകർ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കൂടിയ ഒരു കാലഘട്ടമാണ്. സർവീസിന് വിരമിച്ച അധ്യാപകർക്കുള്ള അനുമോദനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സത്യജിത്ത് അധ്യക്ഷനായിരുന്നു. M. സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജ്യോതിസ് കോർഡിനേറ്റർ P. നാരായണൻ, ശോഭന, ജുനൈദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സംയോജിത കാർഷിക ക്ലസ്റ്റർ, നാഗലശ്ശേരി കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ എന്നിവർ ചേർന്ന് നടത്തുന്ന ഓണക്കനി നിറപ്പൊലിമ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ ഭാഗമായി 17ാം വാർഡിലെ കോതച്ചിറയിൽ നടീൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ് അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ KP സുലൈഖ, മോഹനൻ വെള്ളിയന്തടം, ലിബിൻ വത്സല, അസിസ്റ്റന്റ് സെക്രട്ടറി TR ഷാജ്, ആയുർവേദ ഡോക്ടർ നിസാനത്ത്, സീനിയർ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ KP ബിനി, CDS വൈസ് ചെയർപേഴ്സൺ നീതു തുടങ്ങിയവർ സംസാരിച്ചു. 1/2 ഏക്കറിൽ കൂടുതൽ സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. കുടുംബശ്രീ CDS അംഗങ്ങളും പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. FCയുമായി നമ്മുടെ നാഗലശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീ CDS സഹകരിച്ച് നടത്തുന്ന ഈ ചെണ്ടുമല്ലി നദിയിൻ്റെ നമ്മൾ ഓണാകുമ്പോഴേക്കും ഈ പാടങ്ങൾ മുഴുവൻ നന്നായിട്ട് പൂക്കൾ കൊണ്ട് നിറയട്ടെ, നല്ലൊരു സമൃദ്ധിയായിട്ട് നമുക്കതിൻ്റെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയ്ക്കെതിരെ പട്ടാമ്പിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പി CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. നിരവധി പ്രവർത്തകർ സമരത്തിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ
89 രൂപയാണ് LPGക്ക് വില കൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 540 രൂപയുടെ വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നത് 2014 അന്ന് ഗ്യാസിന്റെ വില 412 രൂപ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വില വർദ്ധിപ്പിച്ച്? 2004 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്റെ രാജ്യത്തുള്ള വില 33 രൂപ 75 പൈസ. 10 വർഷം UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്നു. 10 വർഷം UPA ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്ന് 2014 അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ, അഥവാ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ പെട്രോളിന്റെ വില 62 രൂപ. ഞങ്ങൾ ജയിച്ചാൽ പെട്രോളിന്റെ വില 50 രൂപയിലേക്കും ഡീസലിന്റെ വില 40 രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ BJPയുടെ അവകാശവാദം. ആ 62 രൂപയുണ്ടായിരുന്ന ഡീസലിൽ നിന്ന് പെട്രോളിന് നിന്ന് 115 രൂപ കൊടുക്കണം. 115 രൂപ കൊടുക്കണം. ജില്ലാ കമ്മിറ്റി അംഗം TV ഗിരീഷ് അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ വൈസ് പ്രസിഡന്റുമാരായ PC വാസു, M രാമചന്ദ്രൻ, C മുകേഷ്, ജോയിന്റ് സെക്രട്ടറി T ഷാജി, T കൃഷ്ണദാസ്, PP രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വല്ലപ്പുഴയിൽ വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കാണ് വല്ലപ്പുഴ പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം ഒരുക്കിയത്. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷനുമായ BP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വല്ലപ്പുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവരതിന് പ്രാപ്തമാക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുള്ള അവരുടെ രക്ഷിതാക്കളായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ, ഇങ്ങനെ ഒരു വേദി ഒരുപക്ഷെ ഈ ഒരു സമയത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക ഒരു സംഘടന മാത്രമല്ല, കേരളത്തിലെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലെ ഗ്രാമീണമായ കൂട്ടായ്മകൾ മുതൽ വലിയ വനിതാ ലീഗ് പോലെയൊക്കെയുള്ള വലിയ സംഘടനകൾ വരെ, അതല്ലെങ്കിൽ യൂത്ത് ലീഗും MSFും ഒക്കെ പോലുള്ള വിവിധ സംഘടനകൾ വരെ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഞാനെപ്പോഴും ആലോചിക്കാറുള്ളത്, ഈ കുട്ടികൾ SSLC അതല്ലെങ്കിൽ +2 ഒക്കെ പരീക്ഷയിൽ ജയിക്കുമ്പോൾ നമ്മളറിയാതെ ഒരു വലിയ സന്തോഷം ഉണ്ടാവാറുണ്ട്. അവരോട് ഒരു വലിയ സ്നേഹം നമുക്ക് തോന്നാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തോന്നാൻ നമുക്കൊക്കെ വേണ്ടി, ഈ നാടിന് വേണ്ടി അവരും അവരുടെ രക്ഷിതാക്കളും എന്തോ ഒരു വലിയ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു എന്നാണ്. വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഹ്മത്ത് ബഷീർ അധ്യക്ഷയായിരുന്നു. വനിതാ ലീഗ് പഞ്ചായത്ത് ട്രഷറർ അപർണ ആന്റണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ്, വൈസ് പ്രസിഡന്റ് C ജംസീന, അഡ്വക്കേറ്റ് AA ജമാൽ, MT അബ്ദുൽ സലാം, സദക്കത്തുള്ള, ഗ്ലോബൽ KMCC പ്രസിഡന്റ് കബീർ കളത്തിൽ, TP അസീനർ ഹാജി, ഫബ്ന, ഷാജിമോൻ, ഫസ്ല ജമാൽ, PT മാസ്റ്റർ, നഫീസ സലാം, സൽമ സദക്ക, മൈമൂന അബൂബക്കർ, ഹഫീല മുജീബ്, സൽമത്ത്, മഷ്കർ ഹുസുഹേൽ, യാസിർ, ഷെബീർ, ഫാഹിദ അസീസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. CPIM നടുത്തറ ബ്രാഞ്ച് SSLC +2 LSS USS ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വരവൂർ നടുത്തറ ചരലിൽ പീടികയിൽ മൊയ്തീന്റെ വസതിയിൽ നടന്ന അനുമോദന സമ്മേളനം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് ലോക്കൽ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ PK യശോദ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി MR രതിമോഹൻ, ഏരിയ കമ്മിറ്റി അംഗം KK ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ, LC അംഗം NS സജീഷ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിന് നടുത്തറ ബ്രാഞ്ച് സെക്രട്ടറി PS പ്രദീപ് സ്വാഗതവും CDS ചെയർപേഴ്സണും ബ്രാഞ്ച് അംഗവുമായ ഗീത CR നന്ദിയും പറഞ്ഞു. ബ്രാഞ്ച് അംഗവും വരവൂർ സഹകരണ സംഘം പ്രസിഡന്റുമായ വിജി സുനിൽ വിജയികളായ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. മറ്റു ബ്രാഞ്ച് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു.
നാടിന് മുന്നിൽ വെച്ച് അവരെ അംഗീകാരം കൊടുക്കണം, അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കണം എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെല്ലാവരും ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ തീരുമാനത്തോട് 100% പിന്തുണയും അഭിനന്ദനങ്ങളും ITI ബ്രാഞ്ചിനെ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നിങ്ങൾ നല്ല പോലെ ഓരോ ചവിട്ടുപടിയും വിജയത്തോടെ കയറണമേ എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് CPIM ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ എടുത്ത് പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഏതെങ്കിലും തടസ്സം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയിച്ചാൽ തീർച്ചയായിട്ടും അത് നികത്തിത്തരാൻ വേണ്ടി അവർ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും എന്നുകൂടിയാണ് അറിയിക്കുന്നത്. ചങ്ങരംകുളം മൂക്കുതല ചേലക്കടവിൽ വിദ്യാർത്ഥി തോട്ടിൽ വീണു മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറോളപ്പിൽ മുഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുർഷീദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്തുള്ള പാടത്ത് മീൻ പിടിക്കുന്നതിനായി വല സ്ഥാപിച്ചിരുന്നു. മീൻ കുടുങ്ങിയോ എന്ന് നോക്കുവാൻ വേണ്ടി തിങ്കളാഴ്ച പുലർച്ചെ എഴുന്നേറ്റു പോയതായിരുന്നു മുർഷീദ്. ഏറെ നേരം കഴിഞ്ഞും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുട്ടി വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മൈമൂന മാതാവും മുനീർ മൂസിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുർഷിദ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.